കേരളത്തിൽ അടുത്ത പ്രാവശ്യം UDF അധികാരത്തിൽ വരികയാണെങ്കിൽ KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാവാനായിട്ടുള്ള ചില ആഗ്രഹങ്ങൾ ഉണ്ടെന്ന്. ആലപ്പുഴ മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കേണ്ടത്, അതല്ലെങ്കിൽ അത് കോൺഗ്രസിന്റെയോ UDFന്റെയോ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണസമിതിയെ കൊണ്ടുവരേണ്ടത് KC വേണുഗോപാലിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. BJP അവിടെ ഒരു ത്രികോണ മത്സരത്തിനൊക്കെ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ശക്തിയൊന്നും അവർക്കില്ല. ആലപ്പുഴ മുനിസിപ്പാലിറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് ജനകീയരായിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന നേതാക്കന്മാരെ ആയിരിക്കും മത്സരിപ്പിക്കുക എന്നുള്ള കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഇപ്രാവശ്യം റിബലുകൾ അധികം ഉണ്ടാവാനായിട്ട് സാധ്യതകളില്ല കോൺഗ്രസിനകത്ത്. KC വേണുഗോപാൽ ഒരുപക്ഷെ VD സതീശനൊക്കെ പറയുന്ന പോലെ പറയേണ്ടതുണ്ട്. നമസ്കാരം. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മുനിസിപ്പാലിറ്റി ആർക്കൊപ്പമായിരിക്കുമെന്നാണ് സാറിന് തോന്നുന്നത്? ആലപ്പുഴ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിട്ട് വിപ്ലവത്തിന്റെ മണ്ണാണ്, അതായത് ചെങ്കടിയുടെ മണ്ണാണ് ആലപ്പുഴ. അതായത് പുന്നപ്രയും വയലാറും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത്. അപ്പോൾ ആലപ്പുഴ ജില്ലയുടെ ഭരണസിരാ കേന്ദ്രമാണ് ആലപ്പുഴ പട്ടണം എന്ന് പറയുന്നത്. അപ്പോൾ ആലപ്പുഴ പട്ടണം ഇരിക്കുന്ന ആലപ്പുഴ മുനിസിപ്പാലിറ്റി CPM-നെ സംബന്ധിച്ചിട്ടും LDF-നെ സംബന്ധിച്ചിട്ടും അതിസുപ്രധാനമായ ഒരു മുനിസിപ്പാലിറ്റിയാണ്. അവരുടെ പാർട്ടി ഗ്രാമങ്ങളുള്ള ഒരു മുനിസിപ്പാലിറ്റി കൂടിയാണ് എനിക്ക് തോന്നുന്നു ആലപ്പുഴ മുനിസിപ്പാലിറ്റി. വളരെ ശക്തമാണ് അവിടെ CPM-ന്റെയും അതോടൊപ്പം തന്നെ CPI-യുടെയും അടിത്തറ എന്ന് പറയുന്നത്. LDF സംവിധാനവും അവിടെ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും LDF തന്നെയാണ് ഈ ആലപ്പുഴ മുനിസിപ്പാലിറ്റി ഭരിച്ചിട്ടുള്ളത്. KC വേണുഗോപാൽ എന്ന് പറയുന്ന കണ്ണൂരുകാരൻ, അതായത് ഇപ്പോഴത്തെ നമ്മുടെ AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ, ഈ KC വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് ആദ്യം നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടി വരികയും ആ നിയമസഭയിൽ നിന്ന് മത്സരിക്കുകയും അദ്ദേഹം കേരളത്തിലെ മന്ത്രിയൊക്കെ ആയതിനു ശേഷം പിന്നീട് ഇദ്ദേഹം ആലപ്പുഴയിൽ നിന്നുകൊണ്ട് പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പാർലമെന്റിലേക്ക് ഇദ്ദേഹം തുടർച്ചയായി അവിടെ നിന്ന് 2 പ്രാവശ്യം വിജയിച്ചതിന് ശേഷം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അവിടെ നിന്ന് മത്സരിക്കാനായിട്ട് താല്പര്യം കാണിച്ചില്ല. ഒരുപക്ഷെ ഒരു പരാജയപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയപ്പാട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് അദ്ദേഹം മത്സരിക്കാതിരുന്നത്. അതിനുശേഷം 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അദ്ദേഹം മത്സരിക്കുന്നു. ബഹുഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം ലോക്സഭയിൽ എത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണം എന്നൊക്കെയുള്ള ചെറിയ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് എന്നുള്ളത് പച്ചയായ സത്യമാണ്. എല്ലാ മലയാളികൾക്കും അറിയാം. കേരളത്തിൽ അടുത്ത പ്രാവശ്യം UDF അധികാരത്തിൽ വരികയാണെങ്കിൽ KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാവാനായിട്ടുള്ള ചില ആഗ്രഹങ്ങൾ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഉള്ള ഒരു വ്യക്തി, അത് കൂടാണ്ട് തന്നെ ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംഘടനാ ചുമതല വഹിക്കുന്ന ഒരു വ്യക്തി എന്നൊക്കെയുള്ള നിലയിൽ ആലപ്പുഴ മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കേണ്ടത്, അതല്ലെങ്കിൽ അത് കോൺഗ്രസിന്റെയോ UDFന്റെയോ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണസമിതിയെ കൊണ്ടുവരേണ്ടത് KC വേണുഗോപാലിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. മറിച്ച് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ഏതെങ്കിലും തരത്തിൽ തോൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടും. കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് തന്റെ സ്വന്തം മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസിന്റെ ഒരു ഭരണസമിതിയെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു നാഷണൽ ന്യൂസാണ്. അത് ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിനെ സംബന്ധിച്ചിട്ട് ഈ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയെ കുറിച്ച് കൃത്യമായ ഒരു സർവേയും കാര്യങ്ങളും ഒക്കെ പല ഏജൻസികളെ കൊണ്ട് എടുപ്പിക്കുകയും സ്ഥാനാർത്ഥി നിർണയം വരെ കഴിഞ്ഞിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കാരണം ഏത് വിധേനയും ഈ ഒരു മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കേണ്ടത് കോൺഗ്രസിനേക്കാൾ അപ്പുറത്തായിട്ട് KC വേണുഗോപാലിന്റെ ആവശ്യമാണ്. മറിച്ച് അവിടെ ഒരു പരാജയം ഉണ്ടായി കഴിഞ്ഞാൽ KC വേണുഗോപാലിനുണ്ടാകുന്ന നാണക്കേട് നിസ്സാരമൊന്നുമല്ല. ഈ വികസന മുരടിപ്പിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ മറുപക്ഷത്ത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഈ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ആലപ്പുഴ മോഡൽ എന്നുള്ള രീതിയിൽ തന്നെ വളരെ പ്രശസ്തി നേടാനായിട്ട് ആലപ്പുഴ മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് ഇപ്പൊ കുറ്റപത്രമൊക്കെ ഇറക്കുന്നുണ്ട്. പക്ഷേ ഈ കുറ്റപത്രത്തിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ പിന്നീട് അറിയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇപ്പൊ കുറ്റപത്രം ഇറക്കും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് എപ്പോഴിറക്കും, എങ്ങനെ ഇറക്കും, എന്തൊക്കെയാണ് അത് പരാമർശിക്കാൻ പോകുന്നത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ആലപ്പുഴയിൽ ചെന്ന് നോക്കുന്ന സമയത്ത് ആലപ്പുഴ പഴയ ആലപ്പുഴയല്ല. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു ടൂറിസത്തിനൊക്കെ ഒരുപാട് സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഈ ആലപ്പുഴ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ പട്ടണം കടന്നു കിട്ടാൻ തന്നെ മണിക്കൂറുകൾ എടുക്കേണ്ടി വന്നിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അങ്ങനത്തെ ട്രാഫിക്കിന്റെ പ്രശ്നങ്ങളില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ LDFന് 35 സീറ്റാണ് ഉള്ളത്, UDFന് 11 സീറ്റാണുള്ളത്. അതുകൂടാതെ NDAക്ക്, അതായത് BJPക്ക് ഉള്ളത്, BJPക്കും BDSനും ഒക്കെ ആയിട്ടുള്ളത് 3 സീറ്റാണുള്ളത്. പിന്നെ PDPക്ക് അവിടെ ഒരു സീറ്റുണ്ട്, SDPക്ക് അവിടെ ഒരു സീറ്റുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സ്വതന്ത്രത്തിനും അവിടെ ഒരു സീറ്റുണ്ട്. അങ്ങനെ മൊത്തം 52 സീറ്റുകളാണ് അവിടെ ഉള്ളത്. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ഒരു സീറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് 53 സീറ്റായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും ഇത് വനിതാ സംവരണമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ആലപ്പുഴ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് വീണ്ടും അത് വനിതാ സംവരണം തന്നെയാണ്. ഇപ്രാവശ്യം വനിതാ സംവരണം തന്നെ. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച്
കഴിഞ്ഞാൽ ഒരുപാട് പുരുഷ നേതാക്കന്മാരൊക്കെ അതായത് ഇങ്ങനെ ചെയർമാൻ ആകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ അവസാന ഘട്ടം വീണ്ടും ഒരു സംവരണ മുനിസിപ്പാലിറ്റിയായി മാറിയതോടുകൂടി ആകെ അവർ മാനസികമായി തകർന്ന ഒരു സ്ഥിതി കൂടെ ഉണ്ടാവും. കാരണം വെച്ചാൽ ഇപ്രാവശ്യം ഉറപ്പായിട്ടും ജനറൽ കാറ്റഗറിയിലായിരിക്കും വരിക, അപ്പൊ താൻ തന്നെ ചെയർമാനാകും എന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് മുൻ MLA ആയിട്ടുള്ള ഷുക്കൂറൊക്കെ ആലപ്പുഴ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നിട്ടുള്ള ആളാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ആലപ്പുഴയിൽ നിലനിൽക്കുന്നത്. വികസനം തന്നെയായിരിക്കും ഏറ്റവും പ്രധാനമായിട്ട് അവിടെ എടുത്ത് പറയുക. അപ്പോൾ അവിടെ BJP യെ സംബന്ധിച്ച് BJPയും തങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആലപ്പുഴ മുനിസിപ്പാലിറ്റിക്കകത്ത്. കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് 3 സീറ്റാണ് നേടാൻ സാധിച്ചിട്ടുള്ളതെങ്കിൽ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കുവാനായിട്ട് അവർക്ക് ഈ പ്രാവശ്യം സാധിക്കും. പിന്നെ LDF നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. CPIയും CPIയും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്, CPMനകത്ത് തന്നെ പ്രശ്നങ്ങളുണ്ട്, CPIക്കകത്ത് തന്നെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പാർട്ടിക്കകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെ എങ്ങനെ ഇവർ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ കൂടി ആശ്രയിച്ചിരിക്കും ഈ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള വിജയം എന്ന് പറയുന്നത്. LDFനകത്തുള്ളതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു തമ്മിലടിയുള്ള ഒരു പാർട്ടിയാണ് UDF. അപ്പൊ UDF അതിനെ ഏത് രീതിയിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ UDFനെ സംബന്ധിച്ച് ഇപ്രാവശ്യം AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ നേരിട്ട് ഇടപെടുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ അച്ചടക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആരും കൂടുതലായിട്ട് എതിരഭിപ്രായങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവർക്കാർക്കും കോൺഗ്രസിനകത്ത് നിൽക്കാൻ സാധിക്കില്ല എന്നൊരു ബോധമുണ്ടാവും. അതുകൊണ്ട് തന്നെ അദ്ദേഹം നേരിട്ട് ഇടപെടുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം കോൺഗ്രസ് തീരുമാനിക്കുന്ന UDF തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മുസ്ലിം ലീഗും കുഴപ്പമില്ലാത്ത ഒരു ശക്തിയാണ് ആലപ്പുഴ മുനിസിപ്പാലിറ്റിക്കകത്ത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രബല പാർട്ടികൾ എന്ന് പറയുന്നത് അത് കോൺഗ്രസും CPMും അതോടൊപ്പം തന്നെ BJPയും തന്നെയാണ്. BJP അവിടെ ഒരു ത്രികോണ മത്സരത്തിനൊക്കെ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ശക്തിയൊന്നും അവർക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചിരിക്കുന്ന 3 സീറ്റിൽ നിന്ന് ഒരുപക്ഷെ 4 or 5 സീറ്റിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കും. അതിന്റെ മുകളിലേക്കുള്ള ഒരു മാറ്റത്തിനുള്ള ശേഷിയോ കരുത്തോ ഒന്നും അവിടെ BJPക്ക് ഇല്ല എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിക്കുന്ന സമയത്ത് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലും ആലപ്പുഴ അസംബ്ലിയിലും ഒക്കെ അത്യാവശ്യം ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിരുന്നു, കുറച്ച് വോട്ടൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് വ്യക്തികളെ കൂടെ നോക്കി വോട്ട് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ KC വേണുഗോപാൽ ഇപ്രാവശ്യം ആലപ്പുഴ മുനിസിപ്പാലിറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് ജനകീയരായിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന നേതാക്കന്മാരെ ആയിരിക്കും മത്സരിപ്പിക്കുക എന്നുള്ള കാര്യം ഉറപ്പാണ്. 26 വനിതാ സ്ഥാനാർത്ഥികൾ വരണം, അതോടൊപ്പം തന്നെ 26 ജനറൽ സ്ഥാനാർത്ഥികളുണ്ട്, ഒരു സംവരണ സീറ്റ് ഇത് വരുന്നുണ്ട്. അങ്ങനെയാണ് മൊത്തം 53 സീറ്റ് അവിടെ വരുന്നത്. ഏതൊക്കെയായാലും ഇത് CPMനെ സംബന്ധിച്ച് CPMന്റെ ശക്തി കേന്ദ്രം തന്നെയാണ് ആലപ്പുഴ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. അത് നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് CPMനെ സംബന്ധിച്ച് CPMന്റെ ഒരു ആവശ്യമാണ്. കാരണം G സുധാകരനൊക്കെ ആലപ്പുഴ ജില്ലയിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിമത സ്വരമുണ്ട്. ആ വിമത സ്വരം കൂടുതൽ ഉച്ചത്തിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആലപ്പുഴ മുനിസിപ്പാലിറ്റി നിലനിർത്തേണ്ടത് CPMന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ സംഘടനാ സംവിധാനങ്ങളും ശക്തമായി പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷം ഇറക്കുന്ന കുറ്റപത്രത്തിന് സമാന്തരമായിട്ട് തന്നെ ഭരണപക്ഷ നേട്ടങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വീടുകൾ കയറിയായിട്ടായിരിക്കും ഇടതുപക്ഷം അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക. ഏതൊക്കെയാലും കനത്ത ഒരു മത്സരം നടക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മുനിസിപ്പാലിറ്റി ആയിട്ട് ആലപ്പുഴ മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മത്സരം ഏകപക്ഷീയമായിട്ട് LDFന് മാത്രം അനുകൂലമായിട്ട് പോകാനുള്ള സാധ്യതകളില്ല. കഴിഞ്ഞ പ്രാവശ്യം 35 സീറ്റാണ്, അതായത് 52 സീറ്റിൽ 35 സീറ്റും LDF നേടി എന്ന് പറയുമ്പോഴത്തേക്കും 17 സീറ്റ് മാത്രമാണ് അപ്പുറത്തുള്ള പ്രതിപക്ഷ BJPക്കും മറ്റ് PDP, SDPI, സ്വതന്ത്രൻ, UDFന് എല്ലാവർക്കും കൂടി കിട്ടിയത്. UDFന് പിടിക്കാൻ സാധിച്ചത് വെറും 11 സീറ്റാണ്. അതോടൊപ്പം തന്നെ ഇപ്രാവശ്യം റിബലുകൾ അധികം ഉണ്ടാവാനായിട്ട് സാധ്യതകളില്ല കോൺഗ്രസിനകത്ത്. അപ്പൊ അങ്ങനെയൊക്കെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് ശക്തമായൊരു മത്സരമായിരിക്കും ആലപ്പുഴയിൽ നടക്കുക. അന്തിമ വിജയം അത് ഇപ്പോഴത്തെ സാഹചര്യത്തിലും അവിടുത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോഴും നമുക്ക് പറയാൻ സാധിക്കുക അവിടെ LDF തന്നെ ആയിരിക്കും ഭരണത്തിൽ വരിക. പക്ഷേ KC വേണുഗോപാലിന്റെ ഇടപെടലുകൾ അത് എത്രത്തോളം മാറ്റം അവിടെ കൊണ്ടുവരും എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. KC വേണുഗോപാൽ ഒരുപക്ഷെ VD സതീശനൊക്കെ പറയുന്ന പോലെ പറയേണ്ടതുണ്ട്, ആലപ്പുഴ മുനിസിപ്പാലിറ്റി ഇപ്രാവശ്യം ഞങ്ങൾ പിടിച്ചെടുത്ത് അവിടെ ഏതെങ്കിലും തരത്തിലൊരു പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പരാജയത്തിന്റെ ഉത്തരവാദിത്വം എന്റേത് മാത്രമാണ് എന്ന് പറയാനുള്ള ഒരു ധൈര്യമൊക്കെ KC വേണുഗോപാൽ കാണിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പ്രവർത്തകർക്ക് കുറച്ചുകൂടി ഒരു ഉണർവുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്.